ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കേരളത്തിലെ ബി.ജെ.പി ക്യാമ്പ് ആവേശത്തിലാണ്. ശബരിമല വിഷയം ബി.ജെ.പിക്ക് നൽകിയ ഊർജം ചെറുതല്ല. അതിന് പിന്നാലെയാണ് മോദിയും അമിത്ഷായും ഇത് ഏറ്റെടുക്കുന്നത്. അതിനിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിന് 100 കോടി ചിലവഴിക്കാനാണ് ബി.ജെ.പി നേതൃത്വത്തിന്റെ നീക്കം. 10 പാർലമെന്റ് മണ്ഡലങ്ങളിലെ വിജയം ലക്ഷ്യമിട്ട് ഒരു മണ്ഡലത്തിൽ 5 കോടി രൂപ ചിലവഴിക്കുന്നതിനാണ് ബി.ജെ.പി നേതൃത്വം പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ അധികമായി 2 കോടി രൂപ കൂടി ചെലവഴിക്കുന്നതിനുമാണ് ബി.ജെ.പി കേന്ദ്ര നേതൃത്വം വൻ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ശബരിമല വിഷയത്തോടെ ബി.ജെ.പിയുടെ സാധ്യതകൾ വർദ്ധിച്ചതായാണ് അമിത്ഷായുടെ നിർദ്ദേശത്തെ തുടർന്ന് കേരളത്തിലെ സാഹചര്യം വിലയിരുത്തിയ നേതാക്കളുടെ സംഘവും പഠനം നടത്തിയ ഏജൻസിയും കണ്ടെത്തിയിരുന്നത്. ഇതിന് പിന്നാലെയാണ് സംസ്ഥാനത്തെ ഓരോ നിയോജക മണ്ഡലത്തിലും 5 കോടി രൂപ വീതം തിരഞ്ഞെടുപ്പ് ചിലവിലേക്കായി അനുവദിക്കാൻ ബി.ജെ.പി കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. ഓരോ മണ്ഡലത്തിലും ബൂത്ത് തലം മുതൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ എന്തൊക്കെയാണെന്നും ലഭിക്കുന്ന വോട്ട് എത്രയാണെന്നും കൃത്യമായി വിലയിരുത്തി നൽകുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ മണ്ഡലത്തിലും തുക അനുവദിക്കുന്നത്. ഈ വിവരം കൃത്യമായിരിക്കുകയും തുക ചെലവഴിക്കുന്നതിനുള്ള പദ്ധതികൾ കൃത്യമായി കേന്ദ്ര നേതൃത്വത്തിന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് തുക അനുവദിക്കുന്നതെന്നും മുതിർന്ന ബി.ജെ.പി നേതാവ് അറിയിച്ചു. തിരുവനന്തപുരം, കാസർഗോഡ്, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, ചാലക്കുടി, കോട്ടയം സീറ്റുകളിൽ വിജയിക്കാൻ സാധിക്കുമെന്നാണ് ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. വിജയസാധ്യതയുള്ള ഈ മണ്ഡലങ്ങളിൽ അധികമായി 2 കോടി രൂപ വീതം അനുവദിക്കുന്നതിനാണ് ബി.ജെ.പി കേന്ദ്ര നേതൃത്വം ആലോചിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അടിത്തട്ട് മുതൽ ഇളക്കിമറിച്ച യു.പി മോഡൽ പ്രചാരണത്തിനാണ് ബി.ജെ.പി കേരളത്തിൽ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനായി ആർ.എസ്.എസിന്റെ പിന്തുണയും തേടിയിട്ടുണ്ട്. സംഘം സഹായിക്കാൻ തയ്യാറായി രംഗത്തെത്തിയാൽ കേരളത്തിൽ സുഖമായി വിജയിച്ച് കയറാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിനുള്ളത്. അതേസമയം സംസ്ഥാനത്ത് ആകെയുള്ള 20 ലോക്സഭാ സീറ്റുകളിൽ 18ലും എൻ.ഡി.എക്ക് വിജയപ്രതീക്ഷയുണ്ടെന്ന് ബി.ജെ.പി ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ പറഞ്ഞു. മലപ്പുറം, പൊന്നാനി സീറ്റുകളിൽ ജയിക്കാമെന്ന് പാർട്ടി കരുതുന്നില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. എല്ലാ മണ്ഡലങ്ങളിലും ഇക്കുറി ത്രികോണ മത്സരം നടക്കും. ബി.ജെ.പി നിർണായക ശക്തിയാകും. ഫെബ്രുവരി 2ാം വാരത്തോടെ ബി.ജെ.പി സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറാകുമെന്ന് ബി.ജെ.പി ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ. ബി.ഡി.ജെ.എസുമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ ഉടൻ പൂർത്തിയാക്കും. എൻ.ഡി.എയിലോ ബി.ജെ.പിയിലോ സീറ്റിനായി അടിപിടി ഉണ്ടാവില്ലെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ട്രയൽ റണ്ണാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. അതേസമയം ശബരിമല വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകാൻ ബി.ജെ.പി കോർ കമ്മിറ്റി യോഗത്തിൽ തീരുമാനവുമായി. പ്രളയാനന്തര പുനരധിവാസ പ്രവർത്തനത്തിലുണ്ടായ വീഴ്ച മറച്ചുവെക്കാൻ ശബരിമല വിഷയം ആളിക്കത്തിക്കുകയാണ് പിണറായി സർക്കാർ ചെയ്തതെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാന സർക്കാർ കേരളത്തിലെ ജനങ്ങളോട് അങ്ങേയറ്റം ക്രൂരമായാണ് പെരുമാറുന്നത്. സംസ്ഥാന സർക്കാരിന്റെ വീഴ്ച മൂലം അമൃത് പദ്ധതിയിലൂടെ കേരളത്തിന് ലഭിക്കേണ്ട 1000 കോടി രൂപയോളം നഷ്ടമായി. പ്രളയാനന്തര കേരളത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ശ്രമിക്കാതെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് 3 മാസത്തോളം കേരള ജനതയെ സർക്കാർ മുൾമുനയിൽ നിർത്തിയെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. മണ്ഡലകാലത്ത് ഉടനീളം ആചാര ലംഘനത്തിന് ശ്രമിച്ച സർക്കാർ നടയടച്ച ശേഷവും ഈ വെല്ലുവിളിയുമായി മുന്നോട്ടു പോവുകയാണ്. കുംഭമാസത്തിൽ നട തുറക്കുമ്പോൾ വീണ്ടും ആചാരലംഘനം നടത്താനാണ് സർക്കാർ തീരുമാനമെങ്കിൽ പല്ലും നഖവും ഉപയോഗിച്ച് അതിനെ എതിർത്ത് തോൽപ്പിക്കാനാണ് പാർട്ടി തീരുമാനമെന്നും ശബരിമല വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭം ബി.ജെ.പി തുടരുമെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.